പ്രിയമുള്ളവരെ നമസ്കാരം. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പാർട്ട്മെൻറ്റുകൾ, വില്ലകൾ, ടൗൺ ഹൗസസുകൾ, ഓഫീസ് സ്പേസുകൾ, ഷോപ്പുകൾ, വെയർഹൗസുകൾ, അതുപോലെ തന്നെ ടൂറിസം പ്രൊജക്റ്റുകൾ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളുള്ള റിയൽ എസ്റ്റേറ്റിൽ എവിടെയാണ് നാം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്? റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്താണോ ആ പർപ്പസിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ കടക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടികളെക്കുറിച്ചും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളാണ് ഈ ചാനലിൽ നാം കൈകാര്യം ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആദ്യത്തെ വിഭാഗമായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ആണ്. ഈ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് തന്നെ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട് എന്നുള്ളതാണ്. ഒന്ന് എന്ന് പറയുന്നത് ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളുമാണ്. ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും പൊതുവെ റെക്കമെൻഡബിൾ ആയിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റിൽ തുടക്കക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനാണ്. അതുപോലെ തന്നെ ഒരു റെഗുലർ ഇൻകം ഉദ്ദേശിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് നാം എപ്പോഴും നൽകാറുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റിൽ തുടക്കക്കാരനാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു മാസവരുമാനം നിങ്ങൾ അതിലൂടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ല സിറ്റി നോക്കിയിട്ട്, ഏറ്റവും നല്ല അവസരങ്ങളുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട്, ഏറ്റവും നല്ല പ്രൊജക്റ്റുകളിൽ ഏറ്റവും മികച്ച ഡെവലപ്പറിൻ്റെ കൂടെ നല്ല ഒരു അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ സ്വന്തമാക്കിയാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ലൊരു നിക്ഷേപമായിരിക്കും എന്നുള്ളതാണ്. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ രണ്ടാമത്തെ വിഭാഗമാണ് അപ്പാർട്ട്മെൻറ്റുകളും ടൗൺ ഹൗസസുകളും. അത് പൊതുവെ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ലോങ് ടൈം ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷറി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്കൊരു ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വില്ലകളിലും ടൗൺ ഹൗസസുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. നിങ്ങൾ മിനിമൽ എഫേർട്ടിൽ ഒരു പാസീവ് ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി സർവീസ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ്. സർവീസ്ഡ് അപ്പാർട്ട്മെൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള പാസീവ് ഇൻകം നേടിത്തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുറച്ച് എഫേർട്ടിൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പാസീവ് ഇൻകമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള നല്ല സർവീസ് അപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇത്തരത്തിലുള്ള 3 വിവിധ റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ളത് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീസുകളാണ്. കൊമേഴ്സ്യൽ പ്രോപ്പർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഓഫീസ് സ്പേസുകളാണ്. നിങ്ങൾക്ക് ഓഫീസ് സ്പേസുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് കൊമേഴ്സ്യൽ ഓഫീസ് മേഖലകളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറ്. അതൊരു ലോങ് ടൈം ഗ്രോത്തിന്, വെൽത്ത് ബിൽഡിങ്ങിന് ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള ഓഫീസ് സ്പേസുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളത്. അതിൽ രണ്ടാമത്തെ ഒരു വിഭാഗം വരുന്നത്, ഈ കൊമേഴ്സ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഷോപ്പുകളിൽ, നിങ്ങൾക്ക് നല്ല ഷോപ്പുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. നല്ല ഗ്രോത്തുള്ള, നല്ല ക്രൗഡുള്ള, നല്ല ഒരുപാട് ആളുകൾ വരുന്ന നല്ല മാളുകളിലൊക്കെ നല്ല ഷോപ്പുകൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം എന്നുള്ള ഷോപ്പുകളിൽ, അതായത് ഷോപ്പിൻ്റെ സ്പേസുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങാം. അങ്ങനെ നിങ്ങൾക്ക് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ സാധാരണ രീതിയിൽ ബിസിനസ്സുകാരാണ് അത്തരത്തിലുള്ള ഷോപ്പുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറ്. അപ്പോൾ അവരുടേതായ ബിസിനസ് റൺ ചെയ്യാനോ അതല്ല മറ്റു ഷോപ്പുകൾക്ക് അത് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് മാസവരുമാനം ഉണ്ടാക്കാനൊക്കെ ഷോപ്പുകളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങിയിട്ട് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾക്ക് മന്ത്ലി റെൻ്റ് ഔട്ട് ചെയ്തിട്ട് അതിലൂടെ ഇൻകം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീസിൽ മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വെയർ ഹൗസുകളും ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീസുകളുമാണ്. നിലവിൽ ഇപ്പോൾ ഇ-കോമേഴ്സുകളുടെ ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സുകളും വെയർ ഹൗസുകളും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുള്ള ആളുകൾക്ക് ആ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വലിയ ഒരു ആസ്തി ഉണ്ടാക്കി തരുമെന്നുള്ള, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റെഗുലറായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ നടത്തിക്കൊണ്ടുപോകാനും പിന്നീട് കൊടുക്കേണ്ടി വരുമ്പോഴൊക്കെ നല്ലൊരു മാസീവ് വെൽത്ത് അതിലൂടെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള വെയർ ഹൗസുകളിലും കൊമേഴ്സ്യൽ വെയർ ഹൗസുകളും ഇൻഡസ്ട്രിയൽ മേഖലയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലും ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇ-കോമേഴ്സുകളുടെ ഒരു കാലം വരുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വെയർ ഹൗസുകളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ, അത്തരത്തിലുള്ള വെയർ ഹൗസുകളൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഡിമാൻഡ് കൂടുതലാണ്.
ലോജിസ്റ്റിക്സിൻ്റെയും അതുപോലെ തന്നെ ഇ കോമേഴ്സിൻ്റെയൊക്കെ ഒരു ഗ്രോത്ത് വരുന്നതുകൊണ്ട് തന്നെ അതിനും ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ 3 കാര്യങ്ങൾ, ഒന്ന് ഓഫീസ്, അതുപോലെ തന്നെ ഷോപ്പുകൾ, അതുപോലെ തന്നെ വെയർ ഹൗസുകൾ, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ, കൊമേഴ്സ്യൽ മേഖലയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഒരു രാജ്യം വളരുമ്പോൾ ആ രാജ്യത്ത് നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഹോളിഡേ ഹോംസിന് ആ രാജ്യത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഹോളിഡേ ഹോംസിലുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളും വലിയൊരു മാറ്റം ഉണ്ടാക്കി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ 3ാമത്തെ വിഭാഗം ഹോളിഡേ ഹോംസിലുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് ചില ഹോട്ടലുകളിൽ, അതുപോലെ തന്നെ ചില റിസോർട്ടുകളിൽ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രോപ്പർട്ടികളിലൊക്കെ ഹോളിഡേ ഹോമുകളായിട്ട് മാറ്റപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു പ്രത്യേക വില്ലകളോ ഫ്ലാറ്റുകളോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാം, അവരെ ഏൽപ്പിക്കാം. അതിലൂടെ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹോളിഡേ ഹോമുകൾ നല്ല ലൊക്കേഷനിൽ നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതും നിങ്ങൾക്ക് ഒരു ഉപയോഗപ്രദമാകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് ഹോളിഡേ ഹോംസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടിയിൽ പെടുന്ന ഒരു കാറ്റഗറിയാണ്. 4ാമതായിട്ട് വരുന്നത് ലാൻഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം ലാൻഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ലാൻഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ലാൻഡിന് ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം എപ്പോഴും നിങ്ങൾ ലാൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതല്ല എങ്കിൽ അത് കുറേ നാളുകൾ ഫ്രീസായി കിടക്കുന്ന ഒരവസ്ഥയിൽ അതുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ വാങ്ങുന്ന ലാൻഡിന് ചുറ്റും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ, പുതിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നുണ്ടോ, അതല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാൾ വരുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ടോ, അത്തരത്തിലുള്ള സ്ഥലങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ആ ലാൻഡിനെ പറ്റി പഠിച്ചതിന് ശേഷം മാത്രം ലാൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ ലാൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഗ്രോത്ത് ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ക്ലിയർ ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെയല്ല നിങ്ങൾ ആ ലാൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ പിന്നീട് അത് കൊടുക്കാൻ പ്രയാസകരമായി മാറും. അപ്പോൾ അതുകൊണ്ട് ലാൻഡ് എപ്പോഴും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കൃത്യമായി പഠിച്ച് ഭാവിയിൽ അത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒരു ലോങ് ടൈം പർപ്പസിന് വേണ്ടി മാത്രം ലാൻഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ അപ്പാർട്ട്മെൻറ്റുകളിലും ഫ്ലാറ്റുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതല്ല നിങ്ങൾ ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വില്ലകളിലും ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇനി അതല്ല നിങ്ങൾ ഒരു കോർപ്പറേറ്റ് ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫീസ് സ്പേസുകളിലും വെയർ ഹൗസുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. മറിച്ച് നിങ്ങൾ ഒരു റിസ്ക് ടേക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷോപ്പുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇനി അതല്ല നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ് എങ്കിൽ, ആ ലോങ് ടൈം ഗ്രോത്ത് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം മികച്ച ലാൻഡുകൾ കണ്ടെത്തി ആ ലാൻഡുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇത്തരത്തിൽ നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ക്രമീകരിക്കുക. അതിലൂടെ വലിയൊരു വെൽത്ത് നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ആയതിനാൽ റിയൽ എസ്റ്റേറ്റിലെ പർപ്പസ്, ലക്ഷ്യം എല്ലാവർക്കും ഒന്നല്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്ക് മാസവരുമാനമാണ്, ചിലർക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് ഗ്രോത്ത് ലഭിക്കലാണ്, ചിലർ ഉദ്ദേശിക്കുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്, ചിലർ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷറി പാർപ്പിടമാണ്, ചിലർ ഉദ്ദേശിക്കുന്നത് വലിയൊരു മാസീവ് വെൽത്ത് ക്രിയേഷനാണ്, ചിലർ ആഗ്രഹിക്കുന്നത് ഒരു പാസീവ് ഇൻകമാണ്, ചിലർ ആഗ്രഹിക്കുന്നത് ഒരു ഡെയിലി ഇൻകമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളുള്ള ഒരു മേഖല, ആ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആയതിനാൽ അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അതിൽ എക്സ്പെർട്ടുകളായിട്ടുള്ള ആളുകളുടെ ഗൈഡ് ലൈൻസുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ദുബായിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ UAE റാസൽ ഖൈമയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അത് വ്യത്യസ്തമായിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളായിക്കോട്ടെ, അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീ കൺസൾട്ടേഷൻ ഞാൻ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.